നിലമ്പൂർ നായാടംപൊയിൽ റോഡ് തകർന്നു. കെ.എസ്.ആർ.ടി.സി സർവീസ് നിലയ്ക്കുമോ എന്ന ആശങ്കയിൽ മലയോര ജനത. നിലവിൽ ഈ റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേ ആയതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ 120 കോടി ചെലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. ഇത് പൂർത്തിയാകാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. നിർദ്ദിഷ്ട ഹൈവേക്ക് ഭൂമി വിട്ടുനൽകാതെ ചില ഭൂവുടമകൾ തടസ്സവാദമുന്നയിച്ച ഭൂമി വിട്ടുനൽകാത്തതും ഹൈവേ നിർമ്മാണം വൈകാൻ ഇടയാക്കും. നിലവിലുള്ള റോഡിൽ അറ്റകുറ്റപ്പണി നടന്നിട്ട് വർഷങ്ങളായി. അതിനാൽ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും ഗർത്തങ്ങളും റോഡും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് മലയോര കർഷകർ. 11ഓളം ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾ, വിനോദസഞ്ചാരികൾ എല്ലാം യാത്രാ സൗകര്യത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ് ഗർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞ യാത്ര ദുഷ്കരമാക്കുന്നത്. റോഡ് തകർന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വർദ്ധിക്കുകയാണ്. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അടിയന്തര പാക്കേജിൽ ഉൾപ്പെടുത്തി ഗർത്തങ്ങൾ അടയ്ക്കണം. ഒരു കെ.എസ്.ആർ.ടി.സി ബസ് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം. ഈ ബസ് ദിവസവും 3 സർവീസ് നടത്തുന്നുണ്ട്. ഈ സർവീസ് നിലച്ചാൽ ഒരു നാട് യാത്രാ സൗകര്യമില്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാകും. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തി റോഡിലെ ഗർത്തങ്ങൾ അടച്ച് അറ്റകുറ്റപ്പണി നടത്തി ഈ സർവീസ് നിലനിർത്തണമെന്നാണ് ഒരു നാട് ഒന്നിച്ച് ആവശ്യപ്പെടുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ, ഉർങ്ങാട്ടി പഞ്ചായത്തുകളിലെയും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിൽപ്പെട്ട കക്കാടംപൊയിലെയും ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമായ ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ മണ്ഡലത്തിന്റെ എം.എൽ.എ.ആയ പി.കെ. ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായതോടെ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 1 പവൻ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്, വടപുറം, നിലമ്പൂർ.